വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ അണ്ടവും ബീജവും തമ്മിൽ ജോയിൻ ആവുകയാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന 9 പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. ഈ 9 പ്രഗ്നൻസി ലക്ഷണം നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ആളുകൾക്കും എളുപ്പത്തിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾ പ്രഗ്നന്റ് ആണെന്ന് മറ്റുള്ളവർക്ക് വരെ പറയാനായിട്ട് സാധിക്കുമെന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അങ്ങനെയുള്ള പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. യാതൊരു തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണവും ഇല്ലാതെയും പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതിനോടകം ഒരുപാട് പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഈ പ്രഗ്നൻസി ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിലും പല ഡിഫറെന്റ് ആയിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഇനിയും നമ്മൾ വീഡിയോ ചെയ്യാത്തത് ഉണ്ട്. അതുകൊണ്ട് തന്നെ ലക്ഷണങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ ബ്ലീഡിംഗ് വരുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയായിരിക്കും കേട്ടോ. ഈ വരുന്ന ബ്ലീഡിങ്ങിന്റെ അളവ് കുറവാണെങ്കിലും നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് വകുപ്പുണ്ട്. കുറവെന്ന് ഉദ്ദേശിച്ചത് കഴിഞ്ഞ മാസം നിങ്ങൾക്ക് ഉണ്ടായ ബ്ലീഡിങ്ങിനെ അപേക്ഷിച്ച് നിങ്ങൾക്ക് വളരെ കുറവാണ് ബ്ലീഡിംഗ് വരുന്നതെങ്കിൽ അപ്പോഴും നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. ടെസ്റ്റ് ചെയ്യേണ്ടത് ആ ബ്ലീഡിംഗ് ഒന്ന് നിന്നതിന് ശേഷമായിരിക്കണം കേട്ടോ. കാരണം ഒരുപാട് ആളുകൾക്ക് ചെറുതായിട്ടുള്ള സ്പോട്ടിങ്ങും 1-2 ദിവസം ഉണ്ടാവുന്ന ബ്ലീഡിംഗ് വന്നതിന് ശേഷവും പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന ഒരുപാട് പേരുണ്ട്. പണ്ടത്തെ സിറ്റുവേഷൻസിലൊന്നും ഈ ഒരു ചാൻസേ അവിടെ ഇല്ല. പക്ഷെ ഒരുപാട് പേർക്ക് ഇങ്ങനെയൊരു സിറ്റുവേഷൻ നമ്മുടെ കാലാവസ്ഥയുടെ വ്യത്യാസം കൊണ്ടും നമ്മുടെ ലൈഫ് സ്റ്റൈലിലെ വ്യത്യാസം കൊണ്ടും ഒക്കെ സംഭവിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഈ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് നമുക്ക് തലമുടിയിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ്. ഒന്നില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഹെയർ ഫോൾ ഉണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകും. ഇത് ഏതെങ്കിലും ഒന്ന് നമുക്ക് ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. കാരണം ഗ്രോത്ത് അല്ലെങ്കിൽ ഫോൾ ഇതൊരു പ്രഗ്നൻസി ലക്ഷണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോൺസ് ഒറ്റയടിക്ക് അങ്ങോട്ട് ഇൻക്രീസ് ആവുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ന്യൂട്രീഷണൽ ആയിട്ടുള്ള ഹോർമോൺസും കൂടിയാണ്. അപ്പോൾ ഇങ്ങനൊരു ഹോർമോണൽ ഹൈക്ക് നമുക്ക് ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഹെയർ ഗ്രോത്ത് ഭയങ്കരമായിട്ട് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. എന്റെ പ്രഗ്നൻസി സമയം ഫുൾ എനിക്ക് ഭയങ്കര മുടി ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും എനിക്ക് ബാക്ക് പോർഷൻ വരെ മുടി ഉണ്ടായിരുന്നു. ഇപ്പൊ ആ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് സങ്കടമാണ്. കാരണം ഫീഡിംഗ് ഒക്കെ നിർത്തി കഴിഞ്ഞപ്പോഴേക്കും മുടി പോയി ഷോൾഡർ വരെ ഇപ്പൊ മുടിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഹെയർ ഗ്രോത്ത് ഒരുപാടുണ്ടാകും. അതുപോലെ തന്നെ ഇപ്പോൾ ജസ്റ്റ് ഒരു ഹോർമോൺസ് ഒക്കെ ഒന്ന് ഇൻക്രീസ് ആവുന്ന സമയത്ത് നമ്മുടെ ബോഡി ചിലപ്പോൾ അതുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് ഒരു സമയമെടുക്കും. അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഹെയർ ലോസും ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതെങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിഞ്ഞ മാസങ്ങളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ഒരു ഓവുലേഷൻ നടക്കുന്ന സമയത്തെ അപേക്ഷിച്ച് മുടി അങ്ങനെ ഒരുപാടായിട്ട് കൊഴിയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല. പക്ഷേ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം മുടി നല്ലതുപോലെ കൊഴിയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് മുൻപ് വരെ കൊഴിച്ചിൽ നല്ലോണം ഉണ്ടായിരുന്നു, പക്ഷെ അതിനുശേഷം കൊഴിയുന്നില്ല, അല്ലെങ്കിൽ ഒന്ന് തിക്കാവുന്നത് പോലെ നമുക്ക് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ചെറുതായിട്ടൊരു ലെങ്ത് വരുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഈ ഒരു ലക്ഷണം എളുപ്പത്തിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. തുടക്കത്തിലേ പറഞ്ഞതുപോലെ ഈ ലക്ഷണം ഇല്ലെങ്കിലും നിങ്ങൾക്ക് പ്രഗ്നന്റ് ആകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് തലവേദന അനുഭവപ്പെടുക. തലവേദന പ്രഗ്നൻസിയുടെ ലക്ഷണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതെ. കാരണം നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസിന്റെ ആ ഒരു ഫ്ലക്ച്വേഷൻസ് വരുന്നതും പുതിയതായിട്ട് ഹോർമോൺസിന്റെ ഭയങ്കരമായിട്ടുള്ള ഒരു ഹൈക്ക് വരുന്നതും, അതുപോലെ നമ്മൾ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഗർഭസ്ഥ ശിശുവിനെ നറിഷ് ചെയ്യുന്നതിന് ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഇൻക്രീസ് ആകും. ഇത് ഇൻക്രീസ് ആവുന്നത് നമ്മുടെ യൂട്രസിലോട്ട് മാത്രമല്ല, നമ്മുടെ തല മുതൽ നമ്മുടെ കാൽനകം വരെയുള്ള പോർഷൻസിലോട്ട് ഈ ബ്ലഡ് സർക്കുലേഷൻ എത്തും. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ആ ഒരു ഞരമ്പൊക്കെ ഒന്ന് വികസിക്കാനായിട്ട് തുടങ്ങും. ഈ ഒരു എന്താ പറയാ ഒരു അഡാപ്ഷൻ നമുക്ക് ശരീരത്തിൽ സംഭവിക്കുമ്പോഴേക്കും അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് തലവേദന റെക്കറന്റ് ആയിട്ട് അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. ഓൾറെഡി മൈഗ്രെയിന്റെ ഇഷ്യൂസ് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ ഒരു ലക്ഷണം മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ അങ്ങനെ അല്ലാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ എളുപ്പത്തിൽ ഈ ഒരു ലക്ഷണം വരുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ വിഷൻ ബ്ലറായി പോവുക. അതായത് കുറച്ചങ്ങോട്ട് ദൂരോട്ടുള്ള കാഴ്ചകൾ, ഒരുപാട് ദൂരമല്ല കേട്ടോ. ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു ചെയറിൽ നമ്മൾ ഇരിക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ദൂരെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് പറ്റാതെ വരിക. നമ്മുടെ വിഷൻ അങ്ങോട്ട് ബ്ലറായി പോവുക. ഇപ്പൊ ഒരു മരത്തിന് നോക്കുമ്പോഴേക്കും അതിന് ചുറ്റും വൈറ്റ് കളറിലൊരു ഷെയ്ഡ് നമുക്ക് വരിക. അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഹാളിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ TV നിങ്ങളെക്കാളും കുറച്ച് ദൂരത്താണ്, പക്ഷെ അതിൽ എഴുതിയിരിക്കുന്ന അക്ഷരങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റാതെ വരിക. ഈ ഒരു വിഷന് ബ്ലർ ആവുന്നത് നമുക്ക് ഹോർമോൺ ചേഞ്ചസ് കൊണ്ടാണ്. നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട. ആ വിഷൻ ബ്ലർ ആവുന്നുണ്ടെങ്കിൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 3 മാസമൊക്കെ കഴിയുമ്പോഴേക്കും നിങ്ങൾക്കത് ഓക്കെ ആവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്ത ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് നിങ്ങളുടെ മൂക്കിലാണ്. അതായത് നമുക്ക്
കോൾഡ് വരാൻ പോകുന്നത് പോലെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുക, മൂക്ക് അടയുന്നത് പോലെ നമുക്ക് ഉണ്ടാവുക. ഈ അലർജിക് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് പ്രഗ്നൻസിയുടെ സമയത്ത് ഉണ്ടാകുന്ന ഒരു മാറ്റമാണ്. കാരണം പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മുടെ ബോഡി ഒരുപാട് വീക്ക് ആവാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് അലർജീസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ ഇങ്ങനെ അലർജീസ് ഇല്ലെങ്കിലും നമുക്ക് മൂക്ക് അടപ്പ് വരുമ്പോൾ നമ്മൾ സംസാരിക്കില്ലേ, അതുപോലെ നമ്മൾ മൂക്ക് കൊണ്ട് സംസാരിക്കുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതാണ്. ആ ഭാഗത്തുള്ള ഞരമ്പൊക്കെ വികസിക്കാനായിട്ട് തുടങ്ങുമ്പോഴേക്കും അതിന്റെ ഭാഗമായിട്ട് നമ്മൾ മൂക്കുകൊണ്ട് സംസാരിക്കുന്നത് പോലെ നമുക്ക് തോന്നുകയും മറ്റുള്ളവർക്ക് അത് ഫീൽ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയും നമുക്കൊരു പ്രഗ്നൻസി ലക്ഷണം ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ മൗത്തിലെ ടേസ്റ്റിൽ വ്യത്യാസം വരിക. വായിൽ മെറ്റാലിക് ആയിട്ടുള്ള ടേസ്റ്റോ അല്ലെങ്കിൽ ചെറുതായിട്ടൊരു കയ്പ് ടേസ്റ്റോ നിങ്ങൾക്ക് അനുഭവപ്പെടുക. വായിൽ കയ്പ് നമുക്ക് ഉണ്ടാകുന്നത് പനി വരുന്ന സമയത്താണ്. എന്നാൽ അങ്ങനെയൊന്നും അല്ലാതെ നമുക്ക് മെറ്റാലിക് ടേസ്റ്റ്, അതായത് നമ്മളിപ്പോൾ ഒരു സ്റ്റീലിന്റെ സ്പൂൺ എടുത്ത് നമ്മൾ കടിക്കുന്നു വിചാരിക്കുക. ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു സെൻസേഷൻ വായിൽ വരുന്നില്ലേ? ഇതുപോലുള്ളൊരു വ്യത്യാസം നിങ്ങൾക്ക് തുടർച്ചയായിട്ട് അനുഭവപ്പെടുക. ഇതും ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്. പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഹൈക്ക് കൊണ്ട് പലർക്കും ഇത് സംഭവിക്കാറുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വായയിൽ പെട്ടെന്നായിട്ട് ഇങ്ങനെ മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് പ്രഗ്നൻസി ആകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ലിപ്പ് ഡ്രൈ ആയിട്ട് പോവുക. നമ്മുടെ മോയ്സ്ചർ ആ ഒരു പ്രഗ്നന്റ് ആകുന്ന സമയത്ത് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ പലർക്കും നഷ്ടമായി പോവാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വെള്ളം കുടിക്കുന്നതിന്റെ അളവ് കുറയുകയാണെങ്കിലും നമ്മുടെ ലിപ്സ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് വരണ്ട് പൊട്ടി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. മഞ്ഞ് കാലത്ത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ തണുപ്പ് രാജ്യങ്ങളിൽ നിൽക്കുന്ന ആളുകൾക്ക് ഈ ഒരു ലക്ഷണം എളുപ്പത്തിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഓൾറെഡി അവിടെ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവുമല്ലോ. പക്ഷെ അങ്ങനെ അല്ലാത്ത ആളുകൾക്ക് ഇപ്പൊ നമ്മുടെ ഈ ഒരു വേനലിൽ നമ്മൾ നിൽക്കുമ്പോഴേക്കും നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു ലക്ഷണം വന്നു മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ വെള്ളം ധാരാളം കുടിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും കൂടി നിങ്ങൾ ഉറപ്പുവരുത്തണം കേട്ടോ. അടുത്തൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് പിമ്പിൾസ് ഉണ്ടാവുക. ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് പലർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് മുഖക്കുരു എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾക്ക് പീരിയഡ്സ് വരാൻ പോകുന്നതിന്റെ ഒരു സൂചനയാണ് ഈ മുഖക്കുരു ഉണ്ടാകുന്നത്. ഈ മുഖക്കുരു പ്രഗ്നന്റ് ആകുന്ന സമയത്തും പലർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് പീരിയഡ്സ് ആവുന്നതിന് മുൻപ് മുഖക്കുരു ഉണ്ടാകുമ്പോഴേക്കും അതേ ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് പീരിയഡ്സ് മിസ്സായിട്ട് നമുക്ക് പ്രഗ്നൻസി ആകുമ്പോഴും വ്യത്യാസം കാണാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് ചില ആളുകൾക്ക് ഫസ്റ്റ് ട്രൈമസ്റ്റർ ഒക്കെ നല്ലതുപോലെ മുഖത്ത് കുരു ഉണ്ടാവാറുണ്ട്. അതിനുശേഷം ഹോർമോൺസ് ഒക്കെ ഒന്ന് നോർമൽ ആയി കഴിയുമ്പോഴേക്കും അത് കൃത്യമായിട്ട് വരാറുണ്ട്. കാരണം ഒരുപാട് പേര് വിഷമിക്കാറുണ്ട് ഇങ്ങനെ പിമ്പിൾസ് കൂടുതലായിട്ട് വരുമ്പോഴേക്കും ഇത് കണ്ടിന്യൂ ആയി പോവുമോ, മുഖത്ത് ഒരുപാട് പാടുകൾ ഉണ്ടാവുമോ എന്നൊക്കെ ഒരുപാട് പേര് വിഷമിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഹോർമോൺസ് ഒക്കെ ഒന്ന് നോർമൽ ആയി കഴിഞ്ഞാൽ അതൊക്കെ ഈസി ആയിട്ട് മാറും കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ചീക്സ് കൂടുതലായിട്ടും ഡ്രൈ ആവുക. ചിലർക്ക് ഭയങ്കരമായിട്ടും എണ്ണമയം ചീക്സിൽ അനുഭവപ്പെടും. ചിലർക്ക് ചിന്ന് ഭയങ്കരമായിട്ട് തുടുക്കുന്നത് പോലെയൊക്കെ അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതും അതുപോലെ നമ്മുടെ ശരീരം നമ്മൾ വണ്ണം വെക്കുമ്പോൾ ശരീരം ഒന്ന് സ്ട്രെച്ച് ആവുന്നതും അതുപോലെ ഹോർമോൺസിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ടൊക്കെയാണ് നിങ്ങളുടെ ചീക്സ് ഒക്കെ ഒന്ന് ഡ്രൈ ആയി പോകുന്നതും അതുപോലെ ചിലർക്ക് അവരുടെ തുടുപ്പ് അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ടൊരു നറിഷ് ചെയ്തിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മുഖം സുന്ദരമായി പോകുന്നതൊക്കെ ഇങ്ങനെയുള്ള പ്രഗ്നൻസിയുടെ സമയത്തും ഉണ്ടാകുന്ന ലക്ഷണമാണ് കേട്ടോ. അപ്പോൾ ഇതും പലർക്കും അനുഭവപ്പെടാറുണ്ട്. അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് ഡാർക്ക് സർക്കിൾസ് ആണ്. നമുക്ക് ഹോർമോൺ ചേഞ്ചസ് കൊണ്ടും നമുക്ക് ഉറക്കം കിട്ടാത്തത് കൊണ്ടും നമ്മൾ ഒരുപാട് ഇലക്ട്രോണിക് ഡിവൈസസ്, അതായത് TV അല്ലെങ്കിൽ ഫോണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ, ഇതൊക്കെ ഒരുപാടായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ടുമാണ് പലർക്കും ഡാർക്ക് സർക്കിൾസ് ഉണ്ടാവാറുണ്ട്. ഹോർമോൺ ചേഞ്ചസ് ഇതിലൊരു ഫാക്ടർ ആയതുകൊണ്ട് തന്നെ പല ആളുകൾക്കും പ്രഗ്നൻസി ടൈമിൽ മെലാസ്മ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവാറുണ്ട്. അതായത് സ്കിന്നിന്റെ പിഗ്മെന്റേഷനിൽ വ്യത്യാസം അനുഭവപ്പെടുന്ന അവസ്ഥ. നമ്മുടെ ചുണ്ടിന്റെ ആ ഒരു സൈഡിലുള്ള ഭാഗത്ത് നമ്മുടെ മൂക്കിൽ ഒരു വര വരികയോ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന്റെ അടിയിലുള്ള പോർഷനിൽ നമുക്ക് ഡാർക്ക് സർക്കിൾസ് ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുന്ന സിറ്റുവേഷൻ പലർക്കും ഉണ്ടാവാറുണ്ട്. പ്രഗ്നൻസിയുടെ കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഉണ്ടായതെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ഡെലിവറി കഴിയുന്ന സമയത്ത് നിങ്ങൾക്കിത് കംപ്ലീറ്റ് ആയിട്ട് മാറും. അപ്പോൾ നിങ്ങൾ ആ സമയത്ത് കഴിവതും നിങ്ങൾ റെസ്റ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ ഡിവൈസസ്, അതായത് ഫോൺ ആണെങ്കിലും അതുപോലെ ലാപ്ടോപ്പ് ആണെങ്കിലും കൂടുതലായിട്ട് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. കുക്കുംബർ നിങ്ങൾ കണ്ണിന് മുകളിൽ വെച്ചിട്ട് ഒന്ന് റിലാക്സ് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ ഐസ് ക്യൂബ് എടുത്തിട്ട് നിങ്ങൾ കണ്ണിങ്ങനെ മസാജ് ചെയ്ത് കണ്ണിന് ചുറ്റും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്കും അതുപോലെ മറ്റുള്ളവർക്കും എളുപ്പത്തിൽ നിങ്ങൾ പ്രഗ്നന്റ് ആയിട്ടുണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്ന ലക്ഷണങ്ങൾ. നമ്മളിത് ഐഡന്റിഫൈ ചെയ്യുമെന്ന് ചോദിച്ചാൽ നമുക്ക് ഇത് മനസ്സിലാക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ ഒരു അമ്മയോ അല്ലെങ്കിൽ ഒരു അമ്മുമ്മയോ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ അവർക്കിത് എളുപ്പത്തിൽ മനസ്സിലാകും. കാരണം എന്റെ പ്രഗ്നൻസി ആയെന്ന് ഞാൻ എൻ്റെ അമ്മുമ്മയോട് പറയണതിന് മുമ്പ് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഈ ലക്ഷണം, അല്ലെങ്കിൽ മുഖത്തൊരു ഗ്ലോ വന്നപ്പോഴേക്കും അച്ചാമ്മയ്ക്ക് എളുപ്പത്തിൽ മനസ്സിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഇപ്പോൾ ഒരുപാട് പേർക്ക്, ഒരുപാട് അമ്മമാർക്ക് പെമ്മക്കളുടെ മുഖത്തൊരു ടയർനെസ് വരുന്നുണ്ടെങ്കിൽ ഇത് പ്രഗ്നൻസി ആണോ എന്ന് ചിലപ്പോൾ
അവർ ഡൗട്ട് അടിച്ചു പോകും. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലുള്ളവർക്കാണെങ്കിലും ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. 9 ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു. ഈ 9 നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയായിരിക്കും. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.